എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. നമുക്കറിയാം കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ എക്സാമിനേഷൻ വരികയാണ്. അതിന് പ്രയോജനം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് റീസെന്റ് നടന്ന 15/11/2025 കേരള PSC നടത്തിയിട്ടുള്ള 149/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. മേട്രനും ലിഫ്റ്റ് ഓപ്പറേറ്ററിനും ഒക്കെ 10ാം ക്ലാസ് തുല്യത ഉള്ള എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ടാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ അനുബന്ധ വസ്തുതകൾ, ഓരോ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള അനുബന്ധ വസ്തുതകളും നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് എന്തൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 3ാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റീൽ കോട്ട ആക്രമിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധ്യമാകൂ, അല്ലേ? അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകളും ശരിയാണെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെയും മൂന്നാം മാത്രം ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 3ാം എസ്റ്റേറ്റ് പ്രതിനിധികളാണ് ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്തത്? സമ്മേളിച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ അബേസിയസും മിറാബോയും ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. നമുക്കറിയാം ഫ്രാൻസിലെ 1789 ആരംഭിക്കുകയും രാജവാഴ്ചയെ പുറത്താക്കി റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്ത ഒരു പ്രധാന സംഭവമാണ് ഈ ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? 1789 ഫ്രഞ്ച് റെവല്യൂഷൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇതിനു പിന്നില് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ വ്യാപകമായ രക്തച്ചൊരിച്ചിലും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഉയർച്ചയും ഒക്കെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവാനന്തരം കാണാനായിട്ട് സാധ്യമാകും. 1789 ജൂലൈ 14 ഇവിടെ വർഷം നോക്കി 1791 ജൂലൈ എന്ന് കൊടുത്തല്ലേ? യഥാർത്ഥത്തിൽ ബാസ്റ്റിൽ ജയിലിന്റെ പതനം അല്ലെങ്കിൽ ബാസ്റ്റിൽ കോട്ട ആക്രമിച്ചത് 1789 ജൂലൈ 14 അപ്പോൾ ആ ബാസ്റ്റിൽ ജയിൽ തകർത്തതോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. നമുക്കറിയാം അമേരിക്കൻ വിപ്ലവത്തിൽ പങ്കെടുത്തത് മൂലമുണ്ടായ കടബാധ്യതയുണ്ട്. അതുകൂടാതെ സാമൂഹികമായ അസമത്വം നിലനിന്നിരുന്നു, അല്ലെ? 3ാം എസ്റ്റേറ്റ്, ആ 3ാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരായിരുന്നു. ആ സാധാരണക്കാർ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മറ്റൊരു കാരണം നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ അഴിമതിയാണ്. രാജാവായ ലൂയി 16 ദുർഭരണം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ നാട് ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു എന്ന് പറയുന്നുണ്ട് 3ാം എസ്റ്റേറ്റ് പ്രതിനിധി. കോർട്ട് പ്രതിജ്ഞ 1789 1789 വിപ്ലവകാരികൾ, അതായത് 3ാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ഒരു പുതിയ ഭരണം ഉണ്ടാക്കാൻ പ്രതിജ്ഞയെടുത്തത് ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടാണ്. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം, 1789 മനുഷ്യാവകാശ പ്രഖ്യാപനം, പൗരന്മാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ രാജവാഴ്ചയുടെ അന്ത്യം 1792 ഫ്രഞ്ച് റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെടുന്നത് 1792. അതേപോലെ ഗില്ലറ്റിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാമല്ലോ, വിപ്ലവത്തെ എതിർത്തവരെ വധിക്കാൻ ഉപയോഗിച്ച ഉപകരണമാണ് ഏതടി ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ
മറ്റു പല വസ്തുതകളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ കണക്റ്റഡ് ഫാക്ടേഴ്സ്, അത്യാവശ്യം കണക്റ്റഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഓരോ ക്വസ്റ്റിനെ കുറിച്ചും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവം 1789 ബാസ്റ്റൽ കോട്ടയുടെ തകർച്ചയോടുകൂടി ആരംഭിക്കുന്ന ജൂലൈ 14 ആ വസ്തുത ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു വസ്തുതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപ്ലവങ്ങളുടെ മാതാവ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം അല്ലെ? എക്സാമിന് ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് പ്രവാചകനായ അല്ലെങ്കിൽ ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടേതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് ആര്? റൂസോയും വോൾട്ടേറും മൊണ്ടസ്ക്യൂ ഒക്കെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മുടെ ഭരണഘടനയിലൊക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ ആമുഖത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 14. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഫ്രഞ്ച് സ്റ്റേറ്റ് ജനറലിലെ 1ാം എസ്റ്റേറ്റിലുണ്ടായിരുന്നു. 3 എസ്റ്റേറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 1ാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എ ടെയിൽ ഓഫ് 2 cities കേട്ടിട്ടുണ്ടാവും. എ ടെയിൽ ഓഫ് 2 cities എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കിൻസൺ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതാണ്. എ ടെയിൽ ഓഫ് 2 cities എന്ന നോവൽ രചിച്ചത് ആരാടെ? ചാൾസ് ഡിക്കൻസ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട്. ആരാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത്? സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആരാടെ? അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആരാടെ? ജീൻ ജാക്കസ് റൂസോ അല്ലെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആരാടെ? റൂസോയാണ് അല്ലെ? ജീൻ ജാക്കസ് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരുടെ? മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ട യുദ്ധം 1815 വാട്ടർലൂ യുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയ്ക്കായി ശ്രീരംഗപട്ടണത്തെ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടിപ്പു സുൽത്താൻ ആണെന്നറിയാം അല്ലെ? ഫ്രാൻസിലെ ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 14. ഫ്രാൻസിലെ ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം ബാസ്റ്റൈൽ ജയിലിന്റെ തകർച്ച തുടങ്ങിയ ദിവസം 1789 അല്ലെ? ബാസ്റ്റൈൽ ജയിൽ തകർക്കപ്പെട്ട സ്മരണയ്ക്ക് ജൂലൈ 14 ദേശീയ ദിനമായിട്ട് ഫ്രാൻസ് ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെപ്പോളിയനെ നാട് കടത്തപ്പെട്ടത് സെന്റ് ഹെലേന ദ്വീപിലേക്ക് ഗില്ലറ്റിനെ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, അത് അറിഞ്ഞിരിക്കണം, ആന്റോയിൻ ലവോസിയാണ് ഗില്ലറ്റിനെ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ. ഫ്രാൻസിൽ ഗില്ലറ്റിന് ഉപയോഗിച്ച് വധശിക്ഷ അവസാനമായി നടപ്പിലാക്കിയത് 1977. ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട. വിപ്ലവകാരികൾ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. 1792 ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രമുഖ ചിന്തകൻ, ആ ചിന്തകന്റെ പേര് നിങ്ങൾക്കറിയാം, വോൾട്ടയർ. ആ വോൾട്ടയറുടെ യഥാർത്ഥ നാമം നിങ്ങൾക്കറിയാമോ? ഫ്രാൻകോയിസ് മേരി അറൗട്ട് എന്നാണ്. വോൾട്ടയറുടെ യഥാർത്ഥ നാമമാണ് ഫ്രാൻകോയിസ് മേരി അറൗട്ട്. ഒന്നുകൂടെ എന്താണ് പേര്? ഫ്രാൻകോയിസ് മേരി അറൗട്ട് എന്നാണ് വോൾട്ടയറുടെ യഥാർത്ഥ നാമം. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത് മാധ്യമങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. റിപ്പബ്ലിക് എന്ന ആശയം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതിന്റെ ഉത്തരം ഒരേ ഒരു ഉത്തരമാണ്, ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം രൂപം കൊള്ളുന്നത്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത് ഫ്രഞ്ച് തത്വചിന്തകനായ മൊണ്ടസ്ക്യൂ ആണ്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൺഫെഷൻസ്, സോഷ്യൽ കോൺട്രാക്ട് അറിയാം നിങ്ങൾക്ക്, എമിലി. അതുപോലെ കൺഫെഷൻസും എമിലിയും ഒക്കെ രചിച്ചത് ജീൻ ജാക്കസ് റൂസോയാണ് രചിച്ചത്. കാൻഡിഡ് എന്ന പുസ്തകം രചിച്ചത് മറ്റൊരു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന വോൾട്ടയർ ആണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ വോൾട്ടയറുടെ യഥാർത്ഥ നാമം ഫ്രാൻകോയിസ് മേരി അറൗട്ട്. ഓക്കെ അല്ലേടേ?
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? കുറേ വിവരങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനി നമുക്ക് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സംഭവം കുളച്ചൽ യുദ്ധം, രണ്ടാമത്തെ സംഭവം ആറ്റിങ്ങൽ കലാപം, മൂന്നാമത്തേത് തൃപ്പടി ദാനം. അപ്പൊ ഇതിന്റെ കാലഗണനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കുളച്ചൽ യുദ്ധം, അതും കഴിഞ്ഞിട്ട് തൃപ്പടി ദാനം. ഓക്കെ അല്ലേ? നിങ്ങൾക്കറിയാം ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത് 1721 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ സംഘടിത കലാപം 1721 കേരളത്തിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയിലെ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗിഫോർഡ്. ഈ ഗിഫോർഡിന്റെ ധിക്കാരപരമായ പെരുമാറ്റത്തിന്റെ കാരണമായിട്ടാണ് ഈ കലാപം തന്നെ ഉണ്ടായത്. ഇത് 1721 ആറ്റിങ്ങൽ കലാപം ഉണ്ടായത് അല്ലേ? വാർഷിക സമ്മാനവുമായി പോയ ആർക്കാണ് നിങ്ങൾക്ക് അറിയാം. അഞ്ചുതെങ്ങ് കോട്ടയിലെ ഗിഫോർഡിന്റെ ധിക്കാരപരമായ പെരുമാറ്റവും നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നവുമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതുപോലെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ തടയുകയും തങ്ങളുടെ വഴിക്കു വേണം സമ്മാനം നൽകാൻ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ ആരെതിർത്തിരുന്നു? ഈ ഗിഫോർഡ് എതിർത്തിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഴിമതിയും കുരുമുളക് വിലയിൽ അവർ വരുത്തിയ കൃത്രിമത്വം ഒക്കെയാണ് ഈ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ 1721 ഏപ്രിൽ 15 ഓർത്തിരിക്കണം, ഏപ്രിൽ 15, ആ തീയതിയും കൂടി അറിഞ്ഞിരിക്കണം. വിഷു ദിനത്തിലാണ് വാർഷിക സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോയ 140ഓളം വരുന്ന ഇംഗ്ലീഷ് കൊല്ലംപുഴയിൽ, ആറ്റിങ്ങലെ കൊല്ലംപുഴയിൽ വെച്ച് നാട്ടുകാർ ആക്രമിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കണം. ഈ ആക്രമണത്തിലാണ് ക്യാപ്റ്റൻ വില്യം ഗിഫോർഡ് സംഘമൊക്കെ കൊല്ലപ്പെടുന്നത്. തുടർന്ന് നാട്ടുകാർ അഞ്ചുതെങ്ങ് കോട്ടയൊക്കെ വളയുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 അല്ലേടേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് ഓർഡറിൽ വരുമ്പോൾ രണ്ടാമത് വരുന്നത് കുളച്ചൽ യുദ്ധമാണ് അല്ലെ? കുളച്ചൽ ബാറ്റിലാണ്. എന്നാടേ കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10 അല്ലെ? എവിടെയാണ് സ്ഥലം? ഏത് സ്ഥലത്തില്? ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആരൊക്കെയാണ് കുളച്ചൽ യുദ്ധത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഏറ്റുമുട്ടിയത്? നിങ്ങൾക്കറിയാം, തിരുവിതാംകൂറിൽ നിന്ന് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും അതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ? ആരുടെ നേതൃത്വത്തിലായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? അഡ്മിറൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? അഡ്മിറൽ യൂസ്റ്റാക്കിയസ് ഡിലനോയ്. എന്താണ്? യൂസ്റ്റാക്കിയസ് ഡിലനോയുടെ നേതൃത്വത്തിലായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള സൈന്യം. അപ്പോൾ ഇതില് വിജയായത് തിരുവിതാംകൂർ രാജ്യമാണെന്നറിയാം അല്ലെ? അപ്പൊ ഈ ഡച്ച് സ്വാധീനത്തിന്റെ അവസാനത്തിലേക്ക് നയിച്ച യുദ്ധമാണ് ഈ കുളച്ചൽ ബാറ്റിൽ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിലെ കനത്ത തോൽവിയുടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികൾക്കുള്ള ആധിപത്യമൊക്കെ നഷ്ടമാകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവും. ഇന്ത്യയിൽ ഒരു പ്രധാന കൊളോണിയൽ ശക്തിയെ തുടരാനുള്ള അവരുടെ മോഹങ്ങളൊക്കെ ഈ കുളച്ചൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഒരു യൂറോപ്യൻ സൈനിക ശക്തിക്കെതിരെ എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം ഇവിടെ. ഒരു യൂറോപ്യൻ സൈനിക ശക്തിക്കെതിരെ ഒരു ഏഷ്യൻ രാജ്യം നേടിയ ആദ്യത്തെ നിർണായക വിജയം കൂടിയാണ് ഏത്? തിരുവിതാംകൂർ രാജ്യം നേടിയ അന്നത്തെ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഈ കുളച്ചൽ യുദ്ധത്തില് തടവിലാക്കപ്പെടുന്നുണ്ട് ആര്? ഡച്ച് ഉദ്യോഗസ്ഥനായ ഡിലനോയ് അല്ലേ? അദ്ദേഹം പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്ത സേനാപതിയൊക്കെ ആകുന്നുണ്ട്. തിരുവിതാംകൂർ സൈന്യത്തെ ആധുനിക യൂറോപ്യൻ യുദ്ധമുറകൾ പരിശീലിപ്പിച്ചതൊക്കെ ഈ ഡിലനോയിയാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തെ കുറിച്ചും മനസ്സിലാക്കി. ഇനി നമുക്ക് മൂന്നാമത് വരുന്നതാണ് തൃപ്പടിദാനം. എന്താണ് തൃപ്പടിദാനം? ഈ തൃപ്പടിദാനം നടക്കുന്നത് 1750 ജനുവരി 3 വർഷം അറിയണം, 1750 ആണ്. അപ്പോൾ ഈ തൃപ്പടിദാനം എന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജാവായ, അതായത് കുളച്ചൽ ബാറ്റിലൊക്കെ പങ്കെടുത്ത അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? താൻ കീഴടക്കിയ രാജ്യത്തെ
ശ്രീപത്മനാഭസ്വാമിക്ക് തിരുവനന്തപുരം അല്ലെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്ര സംഭവത്തെയാണ് ഈ തൃപ്പടി ദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി 3 ഇത് സംഭവിക്കുന്നത്, ഈ തൃപ്പടി ദാനം. അങ്ങനെ ഈ ചടങ്ങിലൂടെയാണ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന്റെ സ്വത്താണെന്ന് പ്രഖ്യാപിക്കുകയും താനും തന്റെ പിൻഗാമികളും ശ്രീ പത്മനാഭദാസന്മാർ എന്ന നിലയിൽ ഈ രാജ്യത്തെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ ഭരിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്താണ് ഈ തൃപ്പടി ദാനത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ തന്റെ ഉടവാൾ ശ്രീ പത്മനാഭന് സമർപ്പിച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അതും കൂടി അറിയണം. ശ്രീ പത്മനാഭദാസൻ എന്ന് ചേർത്ത് ഭരണം തുടങ്ങിയ ശ്രീ പത്മനാഭദാസൻ എന്ന് അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ തൃപ്പടി ദാനം നടന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ചുവടെ തന്നിരിക്കുന്നവയില് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ജോഡി കല്ലുമാല സമരം ആറാട്ടുപുഴ എന്നാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതേപോലെ രണ്ടാമത്തെ ജോഡി നിഴൽത്താങ്കലുകൾ വൈകുണ്ഠ സ്വാമികൾ. മൂന്നാമത്തേത് മുക്കൂത്തി സമരം ആര്യപ്പള്ളം. നാലാമത്തേത് ദർശനമാല ചട്ടമ്പി സ്വാമികൾ. ഇതില് ഉത്തരത്തില് വരുന്നത് രണ്ടാമത്തെ മാത്രമാണ് ശരിയായ ജോഡി അല്ലെ. നിഴൽത്താങ്കലാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത്. നിഴൽത്താങ്കലാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം തെറ്റാണ്. നമ്മള് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സാമിന് പ്രയോജനം ചെയ്യും. ഓക്കെ, ഇവിടെ നിഴൽത്താങ്കലുകൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. 1809 ജനിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയെ എതിർത്ത ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഓരോ മനുഷ്യനിലും ദൈവമുണ്ടെന്ന് പഠിപ്പിക്കാൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ അല്ലെ. ജാതി ലിംഗ വിവേചനങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന അദ്ദേഹത്തിന്റെ ഏകദൈവ വിശ്വാസത്തിലൂന്നിയ അയ്യാവഴി എന്ന അദ്ദേഹത്തിന്റെ മാർഗം അത് നിങ്ങൾക്കറിയാം. അയ്യാവഴി എന്ന മാർഗം കന്യാകുമാരി ജില്ലയില് 1809 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിലാണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. ജാതി വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി മിശ്രഭോജനം നടത്തിയത് ആരാടെ? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെയും അന്നത്തെ തിരുവിതാംകൂർ ദിവാന്റെ ഭരണത്തെയൊക്കെ വിമർശിച്ചതും ആരാടെ? വൈകുണ്ഠസ്വാമികളാണ്. ഭരണകൂടത്തിനെതിരെ സംഘടിക്കാൻ ആഹ്വാനം ചെയ്തതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന ഏകദൈവ വിശ്വാസം, ഈ ഏകദൈവ വിശ്വാസത്തിന് രൂപം നൽകിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അഖിലത്തിരുട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഖിലത്തിരുട്ട് എന്ന ഗ്രന്ഥം അയ്യാവഴി എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസ രൂപം, അതിന്റെ പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണ് അഖിലത്തിരുട്ട് എന്ന് പറയുന്നത്. വിഗ്രഹാരാധനയെ നിരുത്സാഹപ്പെടുത്തി കണ്ണാടി പ്രതിഷ്ഠ വഴി ഓരോ മനുഷ്യനിലും ദൈവമുണ്ടെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം മരിക്കുന്നത് 1851 ജനിച്ചത്. 1809 അറിഞ്ഞിരിക്കണം. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക വിപ്ലവകാരി, എക്സാമിന് ചോദിക്കാം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക വിപ്ലവകാരി എന്നും ആത്മീയ ഗുരുക്കന്മാരുടെ മുൻഗാമി എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? അയ്യാ വൈകുണ്ഠസ്വാമികളെയാണ്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അടുത്തത് നോക്കി, ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടല്ല, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ, ഒന്നാമത്തെ ജോഡിയായിട്ട് തന്നിരുന്ന തെറ്റായിട്ടുള്ള ജോഡി അല്ലേ? കല്ലുമാല സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കല്ലുമാല സമരം നടത്തിയത് ആരാടെ? അയ്യങ്കാളിയാണ്. നിങ്ങൾക്കറിയാം പെരിനാട് കലാപം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന, പെരിനാട് കൊല്ലം ജില്ലയിലാണ് ആ കല്ലുമാല സമരം നടത്തിയത് ആരാടെ? അയ്യങ്കാളിയാണ്. 1915 ഒക്ടോബർ 24 ഡേറ്റ് ഓർന്നിരിക്കണം. 1915 ഒക്ടോബർ 24 കൊല്ലം ജില്ലയിലെ പെരിനാട് പ്രദേശത്ത് പുലയ സമുദായം നടത്തിയ ഒരു സാമൂഹിക മുന്നേറ്റമാണ് ഏത്?
കല്ലുമാല സമരം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലുമാല സമരം നടത്തിയത്? താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിനായി പുലയർ നടത്തിയ പോരാട്ടമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നതെന്ന് നിങ്ങൾക്കറിയാം. അടിമത്തത്തിന്റെയും താഴ്ന്ന പദവിയുടെയും പ്രതീകമായ കല്ലുമാലകൾ വലിച്ചെറിയാനായിട്ട് അയ്യൻകാളി ആഹ്വാനം ചെയ്ത സമരം കൂടിയാണ് പെരിനാട് ലഹള അല്ലെങ്കിൽ പെരിനാട് കലാപം, അതല്ലെങ്കിൽ കല്ലുമാല സമരം എന്നറിയപ്പെടുന്ന 1915 ഒക്ടോബർ 24 കൊല്ലം ജില്ലയിലെ പെരിനാട് നടന്ന സമരം. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഈ സമരത്തിനോടനുബന്ധിച്ച് പെരിനാട് നടന്ന യോഗത്തിൽ കല്ലുമാല ഒഴിവാക്കാനും സവർണറുടെ ക്രൂരതകൾ ചെറുക്കാനോ ആഹ്വാനം ചെയ്തു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. പ്രതിഷേധങ്ങളെ തുടർന്ന് സവർണർ എന്ത് ചെയ്ത്? ഓർത്തിരിക്കണം, അന്ധനായ എക്സാമിന് ചോദിക്കുക കുഞ്ഞാത്തനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി. ഈ പ്രതിഷേധങ്ങളോടനുബന്ധിച്ച് സവർണർ എന്ത് ചെയ്തു? അന്ധനായ ആരെയുടെ? കുഞ്ഞാത്തനെയും കുടുംബത്തെയും. അതുപോലെ പിന്നീട് അയ്യങ്കാളി എന്ത് ചെയ്തു? കൊല്ലം പീരങ്കി മൈതാനത്ത് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക, അതിൽ അയ്യങ്കാളിയുടെ ആഹ്വാന പ്രകാരമാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലുമാലകൾ പൊട്ടിച്ച് എറിയുന്നത്. ആദ്യം പെരിനാട് നടന്ന യോഗത്തിൽ കല്ലുമാല ഒഴിവാക്കാനും സവർണറുടെ ക്രൂരതകൾ ചെറുക്കാനും ആഹ്വാനം ചെയ്ത് അങ്ങനെ ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് സവർണർ അന്ധനായ കുഞ്ഞാത്തനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുകയും പിന്നീട് അയ്യങ്കാളി കൊല്ലം പീരങ്കി മൈതാനത്ത് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിൽ അയ്യങ്കാളിയുടെ ആഹ്വാന പ്രകാരമാണ് ആയിരക്കണക്കിന് സ്ത്രീകള് കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ്. ഉയർന്ന ജാതിക്കാർ സമ്മേളന സ്ഥലം ആക്രമിച്ചതോടെയാണ് അങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് പോലീസ് സംരക്ഷണത്തിൽ അയ്യങ്കാളിയുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലത്ത് നടന്ന അനുരഞ്ജന സമ്മേളനത്തിൽ പുലയന്മാരും നായന്മാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഈ സമ്മേളനത്തിലാണ് അയ്യങ്കാളി എന്ത് ചെയ്തത്? പുലയ സ്ത്രീകൾക്ക് കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടും എന്ത് ചെയ്തു? വീണ്ടും ആഹ്വാനം ചെയ്തു. അപ്പോൾ കല്ലുമാല സമരം മനസ്സിലായല്ലോ, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അയ്യങ്കാളിയെ കുറിച്ച് നമ്മളൊരു പ്രത്യേക ക്ലാസ് ചെയ്തിട്ടുണ്ട്, 1-2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ഇനി നിങ്ങൾ ഇവിടെ മൂക്കൂത്തി സമരം, ഈ മൂക്കൂത്തി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? മൂക്കൂത്തി സമരം നമുക്ക് തന്നിരിക്കുന്ന ജോഡിയിൽ ആര്യപ്പള്ളം എന്നാണ് അല്ലേ? തെറ്റായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടതാണ് മൂക്കുത്തി സമരം. ഈ മൂക്കുത്തി സമരം 1860 നടക്കുന്നത്. 1860 പന്തളത്ത് നടന്ന ഒരു സാമൂഹിക പ്രക്ഷോഭമാണ് ഈ മൂക്കൂത്തി സമരം എന്ന് പറയുന്നത്. പന്തളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്കാലത്ത്, അതായത് ഈ 1860 കാലഘട്ടത്തിൽ, അതായത് 19-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടങ്ങളിൽ ഈഴവ സ്ത്രീകൾക്ക് മൂക്കൂത്തി ധരിക്കാൻ അനുവാദമില്ലായിരുന്നു. ആ അനുവാദമില്ലാത്തതിനെതിരെ നടന്ന സമരമാണ് മൂക്കൂത്തി സമരം എന്ന് പറയുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് നിങ്ങൾക്കറിയാം. ഇതിന്റെ ഭാഗമായിട്ട്, ഈ സമരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ഈഴവ സ്ത്രീകൾക്കും സ്വർണ്ണ മൂക്കുത്തികൾ ഉണ്ടാക്കി കൊടുക്കുകയും ധരിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത് ഈ സമരത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ സമരത്തിനുള്ള പ്രധാന കാരണം ഉയർന്ന ജാതിക്കാർ ഈഴവ സ്ത്രീകളെ അവരുടെ മൂക്കുത്തി കാരണം ഉപദ്രവിക്കുകയും അവരുടെ മൂക്കുത്തി പറിച്ചെറിയുകയൊക്കെ ചെയ്തിരുന്നു. ഈഴവ വിഭാഗത്തിലെ പ്രമുഖനും ധനികനുമായിരുന്ന വ്യക്തിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നിങ്ങൾക്കറിയാം, ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എന്തു ചെയ്തു? ഈ മൂക്കുത്തി സമരത്തിന് 1860 മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. വേലായുധ പണിക്കർ 1000, അദ്ദേഹം ധനികനാണ്, 1000 സ്വർണ്ണ മൂക്കുത്തികൾ നിർമ്മിക്കുകയും അത് പന്തളത്തെ ഈഴവ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ വിതരണം ചെയ്തു. അവർ അങ്ങനെ മൂക്കുത്തി ധരിച്ച് സ്വതന്ത്രരായി നടക്കാനായിട്ടൊക്കെ തുടങ്ങി. ഈ സമരം എന്താണ്? കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന ഒരു ഏടാണ് അല്ലേ കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഈഴവ സ്ത്രീകൾക്ക് കല്ലുമാല സമരമാണ്, അതേപോലെ മൂക്കുത്തി സമരം. കല്ലുമാല സമരം നമുക്കറിയാം, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഈഴവ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ഏത്? മൂക്കുത്തി സമരം. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന നവോത്ഥാന നായകനാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു ആറാട്ടുപുഴ
വേലായുധ പണിക്കർ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവും യോദ്ധാവുമാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കല്ലിശ്ശേരിൽ വേലായുധ പെരുമാൾ എന്നാണ്. എന്താണ്? കല്ലിശ്ശേരിൽ വേലായുധ പെരുമാൾ എന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയെന്ന് നിങ്ങൾക്കറിയാം. ആ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതിന് 36 വർഷം മുമ്പ് 1882-1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതെന്നറിയാം. അതിന് 36 വർഷം മുമ്പ് 1852 ജാതി മതമന്യേ ഏവർക്കും പ്രവേശിക്കാവുന്ന ഒരു ശിവക്ഷേത്രം ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പണി കഴിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന്റെ പേര് മംഗലം ജ്ഞാനേശ്വരം ക്ഷേത്രം എന്നാണ്. എക്സാമിന് ചോദിക്കാം. മംഗലം ജ്ഞാനേശ്വരം ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. 1852 അതുപോലെ തന്നെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ ഇറക്കമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. 1858 കായംകുളത്ത് അച്ചിപ്പുടവ സമരം എന്ന പ്രക്ഷോഭം. അച്ചിപ്പുടവ സമരം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് 1858 അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. 1858 എന്തിനു വേണ്ടിയിട്ടാണ്? വസ്ത്രധാരണ സമരമാണ്. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ ഇറക്കമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായിട്ട് 1858 നടന്ന കായംകുളത്ത് നടന്ന സമരമാണ് ഏത്? അച്ചിപ്പുടവ സമരം. ഈ അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കാറാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം. 1859 പിന്നോക്ക സമുദായ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായി ഏത്താപ്പ് സമരം. ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം ഈ വേർഡൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഏത്താപ്പ് സമരം. ഈ ഏത്താപ്പ് സമരം 1850 നടത്തിയതും ആരാടെ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1860 മുക്കൂത്തി സമരം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതുകൂടാതെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കർഷക തൊഴിലാളി സമരം. എക്സാമിന് ചോദിക്കും. കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും ആരാടെ? ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കളരിപ്പയറ്റ്, വാൾപ്പയറ്റ്, കുതിരസവാരി എന്നിവയിലേക്ക് വൈദഗ്ധ്യം നേടിയ വ്യക്തി കൂടിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കൊരു സിനിമയൊക്കെ കാണാൻ പറ്റും അല്ലേ? റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഒരു പടം. അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കായി വിദ്യാലയങ്ങളും വായനശാലകളും ഒക്കെ നിർമ്മിച്ചതും ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. 1869 എക്സാമിന് ചോദിക്കാം. തിരുവിതാംകൂർ രാജാവാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിന് പണിക്കർ എന്ന പേര് നൽകി ആദരിച്ചത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പണിക്കർ എന്ന പേര് നൽകി ആദരിച്ചത് അന്നത്തെ തിരുവിതാംകൂർ രാജാവാണ്. 1874 അതായത് നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി കേരളത്തിലെ 1874 ജനുവരി 3 ഒരു സംഘം സവർണരാല് ആര് കൊല്ലപ്പെടുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെടുന്നത്. ആ വസ്തുതയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു പണിക്കർ എന്ന് പറയുന്ന പേര് ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് സംബോധന ചെയ്ത് അല്ലെങ്കിൽ നൽകി ആദരിച്ചത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നു. 1869 തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നേ? നിങ്ങൾക്കറിയാം. 1860 മുതൽ 1880 വരെ ആയില്യം തിരുനാളായിരുന്നു അക്കാലത്തെ തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം ആയിരുന്നു പണിക്കർ എന്ന പേര് നൽകി ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ആദരിച്ചത്. അപ്പോൾ ആ വസ്തുതയും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഓക്കെ അല്ലേ? ആരാണ് ആര്യപ്പള്ളം? കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും കമ്മ്യൂണിസ്റ്റും സ്ത്രീ വിമോചന പ്രവർത്തകയൊക്കെ ആയിരുന്നടേ ആര്യപ്പള്ളം. ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരെയാണ് പ്രധാനമായിട്ടും ആര് പോരാടിയത്?
നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പോരാടിയ വ്യക്തിയാണ് ആര്? ആര്യാപ്പള്ളം. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര്യാപ്പള്ളമാണ്. ആര്യാപ്പള്ളവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് മറക്കുട ബഹിഷ്കരണ യാത്ര. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാചനയാത്ര നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പാർവതി നെന്മേനി മംഗലത്തോടൊപ്പം നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ആര്യാപ്പള്ളം. ആരുടെയോടൊപ്പമാണ്? VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാചനയാത്രയിലും അതുപോലെ തന്നെ പാർവതി നെന്മേനി മംഗലത്തോടൊപ്പം നടന്ന മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പങ്കെടുത്ത നമ്പൂതിരി സ്ത്രീ കൂടിയാണ് ആര്യാപ്പള്ളം. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ നടന്ന ആദ്യ വിധവാ വിവാഹത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് കൂടിയാണ് ആര്യാപ്പള്ളം. മലബാർ ജില്ലാ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു ആര്യാപ്പള്ളം. മഹിളാ സംഘം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ആര്യാപ്പള്ളം. അതുപോലെ തന്നെ 1942 ഇടതുപക്ഷ മഹിളാ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്യാപ്പള്ളം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തപ്പോൾ പോലീസ് മർദ്ദനമൊക്കെ ഏറ്റ വ്യക്തി കൂടിയാണ് ആര്യാപ്പള്ളം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്തപുരം മർദ്ദനനേഷണം. എന്താണ് അന്തപുരം മർദ്ദനനേഷണം? അന്തർജന സമാജത്തിന്റെ സമ്മേളനത്തില് അന്തപുരം മർദ്ദന നേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. അന്തപുരം മർദ്ദന നേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര്യാപ്പള്ളം. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റത് ആര്യാപ്പള്ളത്തിന് മർദ്ദനമേൽക്കുന്നു എന്ന് പറയാം. എന്നാണ് ഈ പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത്? 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത് അല്ലെ? കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വീടിന് സമീപമുള്ള റോഡുകളിൽ അവർണർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് 1947 ഡിസംബർ 4 തുടക്കം കുറിച്ച പാലിയം സത്യാഗ്രഹം. ഇത് സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ എക്സാമിന് ചോദിക്കും. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. അതുപോലെ തന്നെ ഈ പാലിയം സത്യാഗ്രഹം 1947 ഡിസംബർ 4 ആരംഭിച്ചു എന്ന് പറഞ്ഞു. MG വേലായുധന്റെ മരണത്തെ തുടർന്നൊക്കെ അത് നിർത്തിവെക്കുന്നുണ്ട്. ഈ പാലിയം സത്യാഗ്രഹം സമരം കാരണമാണ് 1948 ഏപ്രിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നത്. അതുകൂടാതെ അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിലൂടെ സഞ്ചരിക്കാനായിട്ടൊക്കെ അനുവാദം ലഭിച്ച ഒന്നുകൂടിയാണ് ഏത്? പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹത്തിൽ കൊച്ചി രാജ്യസഭ, പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയ സംഘടനകൾ സംയുക്തമായിട്ട് സമരം സംഘടിപ്പിച്ചതാണ്. ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് C. കേശവനാണ്. ഈ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. AG വേലായുധൻ എന്ന സമര നേതാവ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ സമരത്തിനെതിരെ, അതായത് പാലിയം സത്യാഗ്രഹ സമരത്തിനെതിരെ എക്സാമിന് ചോദിക്കും. പാലിയം സത്യാഗ്രഹ സമരത്തിനെതിരെ സൗഹൃദ ജാഥ നയിച്ച വനിത KK കൗസല്യയാണ് പാലിയം സത്യാഗ്രഹ സമരത്തിനെതിരെ സൗഹൃദ ജാഥ. ഒന്നുകൂടി, KK കൗസല്യാണ് പാലിയം സത്യാഗ്രഹ സമരത്തിനെതിരെ സൗഹൃദ ജാഥ നയിച്ച വനിത. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദർശനമാല ആരാടെ? ഇപ്പൊ നമ്മുടെ 4ാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ 4ാമത്തെ ജോഡിയായിട്ട് തന്നിരുന്ന ദർശനമാല ചട്ടമ്പി സ്വാമികൾ. ദർശനമാല ആരാടെ രചിച്ചത്? ദർശനമാല രചിച്ച് നിങ്ങൾക്കറിയാം ശ്രീനാരായണ ഗുരു രചിച്ച പ്രധാനപ്പെട്ട വേദാന്ത കൃതിയാണ് ഏത്? ദർശനമാല എന്ന് പറയുന്നത്. ഈ ദർശനമാലയിലെ 10 ദർശനങ്ങളൊക്കെയാണുള്ളത്. ഓരോ ദർശനത്തിനും 10 ശ്ലോകങ്ങളൊക്കെയുണ്ട്. ബ്രഹ്മവിദ്യ അഥവാ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ദർശനമാല എന്ന് പറയുന്ന കൃതി പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്.
അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ചട്ടമ്പി സ്വാമികൾ എന്ന സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ? 1853 ജനിക്കുകയും 1924 മരണപ്പെടുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നടേ ആര്? ചട്ടമ്പി സ്വാമികൾ. നിങ്ങൾക്കറിയാം, വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ? ചട്ടമ്പി സ്വാമികളാണ്. തർക്കം, തന്ത്രവിദ്യ, ചരിത്രം, ഭാഷ തുടങ്ങിയ വിഷയങ്ങൾ പാണ്ഡിത്യം നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചട്ടമ്പി സ്വാമികളാണ്. ജാതി വ്യവസ്ഥയുടെയും അനാചാരങ്ങളുടെയും കടുത്ത വിമർശകൻ കൂടിയായിരുന്നടേ ആര്? ചട്ടമ്പി സ്വാമികൾ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. എന്താണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണം. ചട്ടമ്പി സ്വാമികളാണ്. ബ്രാഹ്മണർക്ക് മാത്രമായിരുന്ന വേദപഠനത്തിൽ മാറ്റം വരുത്താനും ദളിതർക്കും സ്ത്രീകൾക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കാനും ശ്രമിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ വിദ്യാഭ്യാസത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആരുടെ? ചട്ടമ്പി സ്വാമികൾ. വ്യത്യസ്ത മതങ്ങളെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വ്യത്യസ്ത പാതകളായി കണ്ട സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. സസ്യാഹാരം പ്രോത്സാഹിപ്പിക്കുകയും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രാചീന മലയാളം എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ? പ്രാചീന മലയാളം, ആദിഭാഷ, അതുപോലെ തന്നെ വേദാധികാര നിരൂപണം, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വേദാധികാര നിരൂപണം, അതുപോലെ ക്രിസ്തുമത ഛേദനം, അതും ചട്ടമ്പി സ്വാമികളുടേതാണ്. ക്രിസ്തുമത ഛേദനം, അതുപോലെ തന്നെ സർവമത സമരസ്യം, ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ് ആരുടെ? ചട്ടമ്പി സ്വാമികൾ എന്ന സാമൂഹിക പരിഷ്കർത്താവിന്റെ. ഇനി ഇദ്ദേഹത്തെ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണം കൂടി നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. അതും കൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ കണ്ടിന്യൂസ് ഉണ്ടാകും. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ മറ്റു വിശേഷണങ്ങൾ: വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നുണ്ട്, ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. വിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. ഒന്നുകൂടെ: വിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നിങ്ങനെയെല്ലാം വിശേഷണമുള്ള കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും ആയിരുന്നടേ ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കാനായിട്ട് വിട്ടുപോകരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ. ഇന്നത്തേക്ക് വിട പറയുകയാണ്.